ഞാനൊരു പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ഹൗലാണത്. അവിടുത്തെ ഒരു അംഗസ്നാനം ചെയ്യുന്ന ഒരു ചെറിയൊരു ടാങ്ക്, ഹൗല് എന്നൊക്കെ പറയും. എനിക്കവിടെ കണ്ട ഒരു കൗതുകാഴ്ച എന്താ പറയുക, ഒരുപാട് മത്സ്യങ്ങൾ അതിലുണ്ട്. ഒരുപാട് മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മത്സ്യങ്ങൾ, വലുതും ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒതെടുത്ത് കഴിഞ്ഞിട്ട് കാല് കഴുകൂലേ, കാല് കഴുകാൻ വേണ്ടിയിട്ട് കപ്പിൽ വെള്ളം എടുത്ത് ഉപയോഗിച്ചപ്പോഴുണ്ട് അതിൽ ചെറിയ മീൻകുട്ടികൾ. അതായത് സാധാരണ ഈ ചില പഴയ പള്ളികളിലൊക്കെയാണ് ഇങ്ങനത്തെ ടാങ്ക് ഹൗലുകൾ ഉള്ളത്. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം പല പള്ളികളിലും പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് അംഗസ്നാനമൊക്കെ ചെയ്യുന്നതൊക്കെ എടുക്കെങ്കിൽ ഇത് ഇപ്പോഴും പഴയ മോഡൽ തന്നെ. ഇതിന്റെ കുറെ ചെടികളൊക്കെ ഒരു വൃത്തിയില്ലാത്തൊരു ഇതുപോലെ തോന്നും ആ ഹൗല് കണ്ടാൽ. വലിയ വലിയ മീനുകളൊക്കെ അതിലുണ്ട്, ആ ഹൗലിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാല് കഴുകാൻ വേണ്ടിയിട്ട് കപ്പ് എടുത്ത് നോക്കുമ്പോൾ ചെറിയ മീൻകുട്ടികൾ, അതിനു മാത്രം ചെറിയ മത്സ്യങ്ങൾ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര കൗതുകമായി. നമ്മൾ ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മത്സ്യങ്ങൾ ഇങ്ങനെ സമൃദ്ധമായിട്ടുള്ള ഒരു ഹൗല് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് അറിഞ്ഞൂടാ. ഇത് കാണുമ്പോൾ നമുക്കൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ ഇത് ഓപ്പണാണ്. ഈ ഹൗല് മഴ പെയ്താലും മറ്റും കൃത്യമായിട്ട് നേരെ ഈ വെള്ളം ഈ ഹൗലിലേക്കാണ് വരിക. പിന്നെ അതിൻ്റെ പഴയ ഒരു കെട്ടിട ഒരു രീതി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും. ഇപ്പം ഞാനവിടെ കുറച്ച് കുട്ടികളെ കണ്ടു. ഇത്രയും മത്സ്യങ്ങൾ അതുകൊണ്ട് അവർ ഓതൊക്കെ എടുത്തിട്ട് നിസ്കരിക്കാൻ പോവാതെ മീനിട്ട് കളിക്കണം. അവരാ കപ്പിൽ എത്രത്തോളം മീൻ കിട്ടുമെന്നാണ് അവർ നോക്കണത്. കപ്പിൽ ഇങ്ങനെ പിടിച്ചു വെക്കും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓതെടുത്തിട്ട് പോകുന്ന വെള്ളം, ആ വെള്ളത്തിൽ മീനുണ്ടെങ്കിൽ അത് മറ്റൊരു ജലാശയത്തിലേക്കാണ് ആ വെള്ളം പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സ്യങ്ങൾ അവിടെ കിടന്ന് വളരും. അപ്പോൾ ഈ ഒരു ഹൗദിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വലിയ വലിയ മത്സ്യങ്ങളുണ്ട്. ഈ പള്ളി ഇപ്പം നിങ്ങൾക്ക് തോന്നും ഏത് പള്ളിയിലാണ് ഇങ്ങനെ ഒരു ഹൗദുള്ളത്. പൊന്നാനി പള്ളിയിൽ ഇതുപോലെ ഹൗദിൽ വലിയ മീനുണ്ട്. പക്ഷേ ഇതിനേക്കാളും നല്ല വൃത്തിയുണ്ട് കേട്ടോ പൊന്നാനി പള്ളിയിലുള്ള ഒരു ഹൗദ്. ഈ ഒരു ഹൗദും പള്ളിയും ഉള്ളത് തമിഴ്നാട്ടിലുള്ള നാഗൂർ എന്ന പേരുള്ള ഒരു സ്ഥലത്തുള്ള നാഗൂർ ആണ്ടവൻ എന്ന് പറയുന്ന ആ ഒരു മക്കാമിനോട് ചേർന്നുള്ള ഒരു പള്ളിയിലാണ് ഈ ഒരു കൗതുക കാഴ്ച കണ്ടത്. വെള്ളവും സമൃദ്ധമാണ്, അതിനേക്കാളും സമൃദ്ധം അവിടുത്തെ ഒരു മത്സ്യമാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നാഗൂർ പള്ളിയിൽ ഈ ഹൗദ് കണ്ടവരോ ഇവിടെ നിന്ന് ഉളു എടുത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് ഭയങ്കര അതിശയം തോന്നിയത്, നമ്മളത് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കപ്പ് ഉപയോഗിച്ചിട്ട് കാല് കഴുകുമ്പോൾ അതിലടക്കം മത്സ്യക്കുഞ്ഞുങ്ങൾ വരാൻ മാത്രം അത്രയും ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളും മത്സ്യങ്ങളും ഈ ഹൗദിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ ഹൗദുകളില്ല. എല്ലാം തരം ടാങ്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് അംഗസ്നാനമൊക്കെ ചെയ്യാറ്. നീ കിട്ടിയാ